നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. വയനാട് കള്ളാടി ദുരന്തത്തിൽപ്പെട്ട 3 മൃതദേഹം കൂടി കണ്ടെത്തി. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6 ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അന്വേഷണ സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കും. മഴ ശക്തമായിട്ടും മുന്നൊരുക്കങ്ങൾ എടുക്കാത്തത് ഗൗരവതരമെന്ന് പ്രതിപക്ഷ നേതാവ്. BJP തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ 12 കോടിയുടെ ക്രമക്കേടെന്ന സൂചന. ആരോപണ വിധേയർ ഈ കാലയളവിൽ വായ്പകൾ അടച്ചു തീർത്തെന്നും വാഹനങ്ങൾ വാങ്ങിയെന്നും കണ്ടെത്തൽ. 2020 സ്ഥാനാർത്ഥികളെ സ്പോൺസർ ചെയ്തത് സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധമുള്ള തീവ്ര ഹിന്ദുത്വ നേതാവ്. കുരുക്കായി സിദ്ധാർത്ഥന്റെ നോട്ടുകെട്ടുമായുള്ള സെൽഫി. തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് ആശ്വാസം. കാപ്പ കേസിൽ ജയിലിലുള്ള സുഗതന് 1 ദിവസത്തെ ജാമ്യം. സത്യപ്രതിജ്ഞയ്ക്കുള്ള ജാമ്യം ജൂലൈ 13 വൈകിട്ട് 5 മണി മുതൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെയും സംസ്ഥാനത്ത് മഴ തുടരും. ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുന്നു. ഡൽഹിയിലും ഹിമാചലിലും വെള്ളപ്പൊക്കം. റോഡ്, റെയിൽ ഗതാഗതം താറുമാറായി. പാളങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും. സെഷൻസ് കോടതികളിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനത്തിൽ കടുപ്പിച്ച് ഹൈക്കോടതി. നിയമനം മെറിറ്റ് അടിസ്ഥാനമാക്കി വേണമെന്ന് നിർദ്ദേശം. പ്രാമുഖ്യം നൽകേണ്ടത് ജില്ലാ ജഡ്ജിയുടെ അഭിപ്രായത്തിന്. ജില്ലാ കളക്ടർമാരുടെയും പോലീസ് മേധാവിമാരുടെയും നിർദ്ദേശം പരിഗണിക്കേണ്ടെന്നും കോടതി. പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനം സർക്കാർ നടത്താനിരിക്കവെയാണ് നിർദ്ദേശം. കോറോ ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടലിൽ ഇടപെട്ട് ഹൈക്കോടതി. ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് നിർദ്ദേശമെന്ന് കോടതി. ചട്ടങ്ങൾ പാലിച്ച് ചർച്ച വേണം. സർക്കാരിന് വിഷയത്തിൽ ഇടപെടാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി. മാനേജ്മെന്റും സർക്കാരും പങ്കെടുക്കുന്ന ചർച്ച നാളെ. തുടർച്ചയായ 2ാം ദിവസവും കനത്ത പ്രത്യാക്രമണവുമായി US. 90 ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ്. ഇറാൻ ഇനി കുറച്ചു മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്നും ട്രംപ്. കരാറിനായി അവർ യാചിക്കുന്നുവെന്നും അവകാശവാദം. കുവൈറ്റിലും ബഹ്റൈനിലും തിരിച്ചടിച്ച് ഇറാൻ. കോഴിക്കോട് കക്കാടംപൊയിലിൽ അപകട ഭീഷണി ഉയർത്തുന്ന മൺകൂന നീക്കാൻ നടപടി. വില്ലേജ് ഓഫീസറും ഫയർഫോഴ്സും പരിശോധന നടത്തി. സമീപത്തുള്ളവർ മാറി താമസിക്കാൻ നിർദ്ദേശം. സ്വകാര്യ കരിങ്കൽ ക്വാറിക്ക് വേണ്ടി മലമുകളിൽ വൻ മണൽശേഖരം കൂട്ടിയിട്ടിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18. ലോകകപ്പിലെ ആദ്യ ക്വാർട്ടർ ഫൈനൽ ഇന്ന്. ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ദുരന്തഭൂമിയായി വയനാട്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6. കാണാതായ 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിൽ തടസ്സമാണ്. അതേസമയം തുരങ്കപാത അന്വേഷണ സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കും. ദുരന്ത സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ദുരന്ത സാധ്യത തിരിച്ചറിഞ്ഞ് വേണ്ട മുൻകരുതൽ എടുത്തില്ലെന്ന് ആരോപിച്ചു. ശക്തമായ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പുണ്ടായി. പക്ഷേ അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ഇത് ഗൗരവപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാതായത്? ഇത്തരത്തിലൊരു അതിതീവ്ര മഴ ഉണ്ടായിട്ടും അപകട മുന്നറിയിപ്പുകൾ നൽകിയില്ല എന്നത് അതിലും അലംഭാവം ഉണ്ടായിട്ടുണ്ട്. സാധാരണ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മാനദണ്ഡപ്രകാരം 244.4 മില്ലിമീറ്ററിന് മുകളിലുള്ളത് അതിതീവ്ര മഴയാണ്. ഇവിടെ പുറത്തിറക്കിയ മഴ മുന്നറിയിപ്പിൽ യെല്ലോ അലർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും തീവ്രമായ മഴ പെയ്തിട്ടും വേണ്ട മുൻകരുതലുകൾ കൈക്കൊള്ളാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ഈ ദുരന്തം നടന്നതിന് ശേഷം സർക്കാരും ബന്ധപ്പെട്ടവരുമെല്ലാം രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ കൂട്ടിയിട്ട മണ്ണിൻ്റെ വലിയൊരു ഭാഗം
അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഭാഗത്തുകൂടെ ഈ വെള്ളം വന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഉള്ളത്. പിന്നെ കുട്ടിയിട്ട മണ്ണിൻ്റെ ഒരു ഭാഗത്തുകൂടെയാണ് വെള്ളം വരുന്നത്, മേലെ നിന്നുള്ള ഒഴുക്ക് വരുന്നത്. മറ്റേ ഭാഗത്തുകൂടി കൂടി വന്നിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഇതുവരെ ഇന്ന് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു, രണ്ടുപേരെ കുറിച്ചാണ് ഇനിയും വിവരങ്ങൾ കിട്ടാനുള്ളത്. മഴ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? തെരച്ചിൽ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണോ? രഞ്ജിത്ത്, രാവിലെ മുതൽ തെരച്ചിലിന് അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു കനത്ത മഴ പെയ്തെങ്കിൽ പോലും അത് കഴിഞ്ഞ ദിവസത്തെ പോലെ നീണ്ടു നിൽക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യമായ ബുദ്ധിമുട്ട് തെരച്ചിലിന് ഉണ്ടാക്കിയില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെടുത്തു. ഒരാളുടെ മൃതദേഹം സോൺ 1 നിന്നും, 2 പേരുടേത് സോൺ 3 നിന്നുമാണ് കണ്ടെത്തിയത്. സോൺ 3 എന്ന് പറയുമ്പോൾ ആ മൺകൂന് കൂട്ടിയിട്ട ആ ഭാഗത്ത് ഇടതുഭാഗത്തായിട്ട് പുഴയുടെ വശത്തോട് ചേർന്നാണ്. കഴിഞ്ഞ ദിവസം ബസ്സെല്ലാം കുടുങ്ങി കിടക്കുകയും മറ്റും ചെയ്ത ഭാഗത്തു നിന്നാണ് 2 മൃതദേഹങ്ങൾ, ആ മേഖലയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയത്. ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും കണ്ടെത്തിയത് രാഹുൽ ശർമ്മ, മുഹമ്മദ് ഇമ്രാൻ, അസറുദ്ദീൻ അൻസാരി എന്നിവരുടേതാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം. ഇതിൽ ഈ മുഹമ്മദ് ഇമ്രാൻ്റേത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ 2 ദിവസം മുമ്പ് ഈ അപകടം നടന്ന അന്ന് തന്നെ പരിശോധനയിൽ ലഭിച്ചിരുന്നു. ആ മൊബൈൽ ഫോണിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കണ്ടെടുത്തപ്പോൾ അതേ മുഖമാണ് എന്നാണ് തെരച്ചിൽ നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വ്യക്തമാക്കിയത്. ഏറ്റവും അവസാനം ലഭിച്ചത് അസറുദ്ദീൻ അൻസാരിയുടെ മൃതദേഹമാണ്. ഇനി വിക്രം റാണ, രാകേഷ് കുച്ചത്ത് എന്നീ 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. കാലാവസ്ഥ വലിയ പ്രശ്നമുണ്ടാക്കിയില്ലെങ്കിൽ തെരച്ചിൽ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത പുഴയുടെ മേഖലയിലും അതുപോലെ തന്നെ സോൺ 4-ലും തെരച്ചിൽ നടത്താനുള്ള ശ്രമങ്ങളും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ, അതായത് പാലത്തോട് ചേർന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ മറുവശത്ത് അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്ത് അവിടം സുരക്ഷിതമാക്കാനുള്ള പ്രവൃത്തിയും ഈ സമയത്ത് പുരോഗമിക്കുകയാണ്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കാലാവസ്ഥ അനുകൂലമാണ് തെരച്ചിലിന് എന്നത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് പല ഇടങ്ങളിലും കടന്നു ചെന്ന് തെരച്ചിൽ നടത്തുവാനും കഴിഞ്ഞ ദിവസത്തേക്കാൾ തെരച്ചിലിൽ ഫലം ഉണ്ടാക്കുവാനും സാധിച്ചതെന്ന് വേണം മനസ്സിലാക്കുവാൻ. എന്താണെങ്കിലും തെരച്ചിൽ ഊർജിതമായിട്ട് തന്നെ പുരോഗമിക്കുകയാണ് അവിടെ. രഞ്ജിത്ത്, CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മറ്റൊരു വാർത്ത ന്യൂസ് 18 രാവിലെ റിപ്പോർട്ട് ചെയ്ത് കോഴിക്കോട് കക്കാടംപൊയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മൺകൂനയുമായി ബന്ധപ്പെട്ടാണ്. ഈ വാർത്തയിൽ ഇടപെടുന്നു ബന്ധപ്പെട്ടവർ. വില്ലേജ് ഓഫീസറും ഫയർഫോഴ്സും അവിടെ പരിശോധന നടത്തുന്നു. ഈ മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകുന്നു. അതീവ അപകടമുയർത്തുന്നതാണ് മൺകൂന എന്ന് ഫയർഫോഴ്സ് വ്യക്തമാക്കി. സമീപത്ത് നിന്ന് കുടുംബങ്ങൾ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. അതേസമയം മാറി താമസിക്കുകയല്ല, അടിയന്തരമായി മണ്ണ് നീക്കുകയാണ് വേണ്ടതെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ന്യൂസ് 18 ഇമ്പാക്ട്. സംസ്ഥാനത്ത് കാലവർഷം കലിതുള്ളി തുടരുകയാണ്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിലടക്കം വലിയ മഴയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ കനത്ത മഴയെ തുടർന്ന് അപകടമുണ്ടാവുകയും തുരങ്ക പാതയുടെ മുൻവശത്തെ മണ്ണിടിയുകയും നിരവധി പേരെ കാണാതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് ഇത്രമേൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന ഒരു വിമർശനം തന്നെയാണ് ഉയരുന്നത്. സർക്കാർ അടക്കം ഇക്കാര്യം നേരത്തെ തന്നെ അധികൃതർക്ക് ചൂണ്ടിക്കാട്ടിയെങ്കിലും മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ഉണ്ടായ വീഴ്ച തന്നെയാണ് ഇത്രമേൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ സമയത്ത് തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയായ കക്കാടംപൊയിലും സമാനമായ രീതിയിലുള്ള ഒരു വലിയ അപകടം പതിയിരിക്കുന്നത്. അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ക്വാറി നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട വലിയ മൺകൂനയും അതുപോലെ തന്നെ പാറകഷ്ണങ്ങളുമൊക്കെ ഒരു നാടിന്റെ ഒന്നടങ്കം ഉറക്കം കെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നു. നമ്മോടൊപ്പം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആസാദ് തന്നെയുണ്ട്. ആസാദ്, വലിയൊരു പ്രശ്നമാണ്, ഒരു വലിയ ഭീഷണിയാണ് ഈ നാട്ടുകാർക്ക് മുന്നിൽ ഉള്ളത് ഇപ്പോൾ, അല്ലേ? തീർച്ചയായിട്ടും കോഴിക്കോട് മലപ്പുറം ജില്ല അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് കക്കാടംപൊയിലെ നായാടംപൊയിൽ മേലെ മങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയാണ് ഇപ്പോൾ ഒരു കോറി ഒരു വർഷമായിട്ട് പ്രവൃത്തി ആരംഭിക്കുകയും ആ കോറിൻ്റെ കല്ല് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്തു മാറ്റിയ മണ്ണ് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയും ചെയ്തു. ഇതിന് തൊട്ട താഴെ ഒരു 3ഓളം കുടുംബങ്ങളും അതിന് ഈ ഇപ്പുറം വലിയൊരു പുഴയാണെങ്കിൽ ഇതൊരു വലിയ ദുരന്തമായി മാറിക്കഴിഞ്ഞാൽ വലിയൊരു
ഒരുപാട് ആളുകൾ ഇതിനകത്ത് അകപ്പെടുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാലറിയാം. ഒരു വർഷമായി കോരി തുടങ്ങിയിട്ട് ഞങ്ങൾ ഇത് കുറേ ഞങ്ങൾ പരാതി കൊടുക്കാത്ത സ്ഥലങ്ങളില്ല. ഇത് പരാതി കൊടുത്തു കഴിയുമ്പോൾ അവിടെ നിന്ന് അതിർത്തികൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ജിയോളജി വകുപ്പാണ് ചെയ്യേണ്ടത്. ജിയോളജിപ്പാണ് അവർക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ഹൈഡ്രോളിക്സിന് ഇന്നാൾ ഞാൻ ഇവിടെ വന്ന് എനിക്കൊരു കിണർ കുഴിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവരുന്നു. ആ പുള്ളിയെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിയോട് ഞാൻ മഴക്കുഴി കുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്: ഇതൊരു ഒറ്റ പാറയാണ് ഈ പ്രദേശം മുഴുവൻ. ചില സ്ഥലത്ത് കൂടുതൽ മണ്ണ്, ചില സ്ഥലത്ത് കുറച്ച് മണ്ണ് എന്നുള്ളൂ. അപ്പോൾ നമ്മൾ മഴക്കുഴി കുഴിച്ചാൽ പോലും മഴക്കാലം ആകുമ്പോഴത്തേക്കും പാറയിൽ നിന്ന് വെള്ളം കയറിയിട്ട് പാറയുമായിട്ടുള്ള മണ്ണിൻ്റെ ബലം വിട്ടുപോകും. അത് കഴിഞ്ഞിട്ട് പല ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഭയങ്കര സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴക്കുഴി ഒരു കാരണവശാലും കുഴിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞത്. ആ പ്രദേശത്താണ് ജിയോളജി വകുപ്പ് ഇത്രയും വലിയൊരു കോറിക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയിലാണ്. ആ മണ്ണ് അവിടെ നിന്ന് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഒരു വീടുണ്ട്, അവരുടെ വീട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ്. പേടിച്ചാണ് ഞങ്ങൾ ഓരോ ദിവസവും കഴിയുന്നത്. ഈ മഴ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. എൻ്റെ വീട്ടിൽ 4 കുഞ്ഞുങ്ങളാണ്. അതായത് 11 വയസ്സ് തൊട്ടുള്ള ബാക്കി കുഞ്ഞുങ്ങളാണ് ഉള്ളത്. പിന്നെ 67 വയസ്സായ അമ്മയും. അപ്പം ഞങ്ങളിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് സത്യം പറഞ്ഞാൽ മക്കൾക്ക് കാവലിരിക്കുകയാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല. എപ്പോൾ പൊട്ടും നല്ല ആശങ്കയിലാണ്. പൊട്ടി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും ഓടാൻ പറ്റില്ല. കാട്ടാനും മുന്നിലാണ്, വീടിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതായത് കോറി ചുറ്റുമുള്ള സ്ഥലം വാങ്ങിയിട്ടുണ്ട് കോറിക്കാരൻ. എന്നിട്ട് അവിടെ ആര് കാട് വെട്ടുവോ അല്ലെങ്കിൽ വൃത്തിയാക്കിയിടുവോ ഒന്നും ചെയ്യാറില്ല. അവിടെ ആന വന്നാൽ പോലും കാണാൻ മേലാത്ത അവസ്ഥയാണ്. ആന മാത്രമല്ല, ഇഴജന്തുക്കളടക്കം വീടിന് ഉള്ളിൽ കയറുന്ന അവസ്ഥയിലാണ്. ഞാനൊരു ദിവസം പരീക്ഷ കഴിഞ്ഞിട്ട് ബസ്സിന് ഇങ്ങോട്ട് കയറി പോകുന്ന ടൈമിൽ അവരവിടെ എന്നെ തടഞ്ഞു നിർത്തി. പോകാൻ പറ്റത്തില്ല, 2 വെടി പൊട്ടിക്കുന്നുണ്ട്, കൊച്ചാത് കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്തായാലും വയനാട്ടിൽ വലിയ തോതിൽ മണ്ണ് കൂടിക്കിടന്നപ്പോൾ അത് മാറ്റാനുള്ള നിർദ്ദേശം നിർമ്മാണ കമ്പനിക്ക് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് മാറ്റുന്നതിനായി എന്ത് നടപടികൾ അല്ലെങ്കിൽ മാറ്റിയോ എന്ന പരിശോധന നടത്തുകയുണ്ടായില്ല എന്ന വലിയ വിമർശനമായിരുന്നു. ഇവിടെയും ഇപ്പോൾ താൽക്കാലികമായി ഇവരോട് മാറി താമസിക്കാൻ പറയുന്നതിനപ്പുറം ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള മറ്റ് നടപടികളിലേക്ക് നീങ്ങുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ അവസ്ഥ. എന്തായാലും ഈ മഴക്കാലം കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ മണ്ണ് മാറ്റാൻ പര്യാപ്തമായ ഏത് നിമിഷവും അത് മാറ്റിക്കുന്നതിനുള്ളൊരു ഉത്തരവുണ്ടാവണം. ഉത്തരവുണ്ടായാൽ മാത്രം പോരാ, അത് മാറ്റിയെന്ന് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി വിലയിരുത്തി ഉറപ്പുവരുത്തുകയും വേണം. എന്നാൽ മാത്രമേ ഈ കുടുംബങ്ങളുടെ ആശങ്ക പരിഹരിക്കപ്പെടുകയുള്ളൂ. മറ്റു പ്രധാന വാർത്ത: തൃശൂർ തമിഴ്നാട് അതിർത്തിയായ വാൽപ്പാറയിൽ കനത്ത മഴ തുടരുകയാണ്. ചിന്നക്കല്ലാർ മേഖലയിൽ 18 സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തി. വാൽപ്പാറയിലെ വിവിധ എസ്റ്റേറ്റുകളിൽ ജനങ്ങൾ വലിയ ദുരിതമാണ് നേരിടുന്നത്. നദികളിൽ വെള്ളം ഉയർന്നതും ആശങ്ക കൂട്ടുകയാണ്. ഷോളയാർ ഡാമിൽ 105 മില്ലിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ജലനിരപ്പ് ഉയർന്നാൽ ഡാമിലെ ഷട്ടറുകൾ തുറക്കും. പലയിടങ്ങളിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വിനോദസഞ്ചാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് അപകടം. കാർ യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6-ാം വളവിന് തൊട്ടുമുകളിലായിരുന്നു അപകടം. മരം വീണതിനെ തുടർന്ന് ചുരത്തിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള പഴയ കെട്ടിടം തകർന്നു വീണു. പ്ലാറ്റ്ഫോമിലെ മേൽക്കൂരയിലേക്കാണ് കെട്ടിടം ഇടിഞ്ഞു വീണത്. ഈ സമയം പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും വലിയ ഒരു ദുരന്തം ഒഴിവായി എന്നാണ് വിവരം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഷെഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് വീണു. സംഭവത്തെ തുടർന്ന് റെയിൽവേ അധികൃതരും സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 4-ാം പ്ലാറ്റ്ഫോമിലൂടെ മാത്രമാണ് ഇപ്പോൾ ട്രെയിൻ കടത്തിവിടുന്നത്. ഇതോടെ കോഴിക്കോട്ട് നിന്ന് 1:45 പുറപ്പെടേണ്ട ജനശതാബ്ദി കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുകയാണ്. അടുത്ത 3 ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ മഴയുടെ തീവ്രത വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഡൽഹിയിൽ ശക്തമായ മഴയെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളപ്പൊക്കവും ഗതാഗത തടസ്സവും രൂക്ഷമാണ്. രോഹിണിയിൽ കനത്ത മഴയ്ക്കിടെ കെട്ടിടം തകർന്നു എന്നുള്ള
വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. ഹിമാചൽ പ്രദേശിലെ ഷിംല, രാംപൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടായി. താൽക്കാലിക പാലങ്ങൾ തകർന്നു. കശ്മീരിൽ വൈഷ്ണോദേവി പാതയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ബാറ്ററി കാർ സർവീസുകൾ താൽക്കാലികമായി നിർത്തി. എങ്കിലും തീർത്ഥാടനം തുടരുന്നുണ്ട്. ജൂലൈ 13 വരെ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് പ്രദേശങ്ങളിൽ വ്യാപകമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത പ്രവചിക്കുന്നുണ്ട്. ഇന്ന് പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലും ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലും കൊങ്കൺ പാതയിലും പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ട്രെയിൻ സർവീസുകൾ താറുമാറായി. പാളങ്ങളിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിൽ ഭീഷണിയും രൂപപ്പെട്ടു. സർവീസുകളെ അത് ബാധിച്ചു. ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ് വഴിതിരിച്ചുവിട്ടു. മണിക്കൂറുകളോളം വൈകിയാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത്. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്, നേത്രാവതി ഷാലിമാർ, തിരുവനന്തപുരം വിവേക് എക്സ്പ്രസ്, ഇൻഡോർ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എന്നിവയും വൈകിയാണ് സർവീസ് നടത്തുന്നത്. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് എതിരെ വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്ന് പിണറായി വിജയൻ. ദേശാഭിമാനിയുടെ വാർത്ത പൊക്കിപ്പിടിച്ചാണ് അദ്ദേഹം പ്രതിരോധിക്കുന്നത്. ദേശാഭിമാനി കൊടുത്ത വാർത്തയിൽ അസ്വാഭാവികത കണ്ടെത്തുന്നത് കണ്ണടച്ച് ഇരുട്ടടയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് ചേരുന്നതല്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതാണ് കാണാനിടയായി. ദേശാഭിമാനി ജൂൺ 5 പ്രസിദ്ധീകരിച്ച വാർത്ത പൊക്കിപ്പിടിച്ചാണ് സ്വന്തം വാദങ്ങൾക്ക് മുഖ്യമന്ത്രി ന്യായീകരണം കാണാൻ ശ്രമിക്കുന്നത്. ദേശാഭിമാനി വാർത്ത നൽകുന്നതിന് മുൻപ് തന്നെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ട്. മാതൃഭൂമി ഇത് റിപ്പോർട്ടായി നൽകിയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് ജൂൺ 5 ദേശാഭിമാനിയിൽ ഈ വാർത്ത വരുന്നത്. അപ്പോൾ എക്കണോമിക് ടൈംസിനും മാതൃഭൂമിക്കും കിട്ടിയ വാർത്ത ദിവസങ്ങൾ കഴിഞ്ഞ് ദേശാഭിമാനി നൽകുന്നതിൽ അസ്വാഭാവികത മുഖ്യമന്ത്രി കാണുകയാണ്. അതൊരു കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. അതീവ രഹസ്യ സ്വഭാവമുള്ള വാർത്ത ദേശാഭിമാനി മാത്രം പ്രസിദ്ധീകരിച്ചു എന്ന നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് ചേർന്നതല്ല എന്നതാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. ന്യൂസ് 8 എക്സ്ക്ലൂസീവ്. ബി.ജെ.പിയെ കുടുക്കി ബി.ജെ.പി സോഷ്യൽ മീഡിയ ചുമതലക്കാരൻ സിദ്ധാർത്ഥിന്റെ നോട്ടുകെട്ടുമായുള്ള സെൽഫി. തെരഞ്ഞെടുപ്പ് സമയത്ത് സെൽഫിയാണ് പുറത്തുവന്നത്. നടപടി നേരിടുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ സാമൂഹ്യ മാധ്യമം കൈകാര്യം ചെയ്യുന്നയാളാണ് സിദ്ധാർത്ഥ്. ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ ബി.ജെ.പി നടത്തിയ അന്വേഷണത്തിൽ 12 കോടിയോളം രൂപയുടെ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയ വിവരങ്ങളും പുറത്തുവന്നു. 2020 സ്ഥാനാർത്ഥികൾക്ക് നൽകിയ ഫണ്ടിൽ വെട്ടിപ്പ് നടന്നുവെന്നാണ് ആരോപണം. വി അരുണിന്റെ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പിൽ ഗുരുതരമായ ആരോപണമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം നേരിടുന്നത്. 1.5 കോടി രൂപ പാർട്ടി കൊടിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നൽകുന്ന കൊടി പുറത്തുനിന്ന് വാങ്ങിയെന്ന പേരിൽ വ്യാജ ബില്ലുണ്ടാക്കിയതിനാണ് ആ അന്വേഷണം നടക്കുന്നത്. അതിനിടയിലാണ് അതേ നേതാവിൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്ന ABVP നേതാവിൻ്റെ ഒരു സെൽഫി ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. അത് വളരെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ സിദ്ധാർത്ഥ് എന്ന പാറശാല സ്വദേശിയായ ABVPയുടെ മുൻ നേതാവ് പങ്കുവച്ച ചിത്രമാണ്. ഒരു ബാഗ് നിറയെ 500ന്റെ നോട്ടുകെട്ടുകളുമായി ഒരു ഹോട്ടൽ മുറിയിൽ തോന്നിക്കുന്ന സ്ഥലത്ത് ഒരു സെൽഫി എടുക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. അത് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ബി.ജെ.പി പ്രവർത്തകരും നേതാക്കളും ഇത് കണ്ട് ഇടപെട്ടു. ബി.ജെ.പിയുടെ ഒരു സംസ്ഥാന തലത്തിൽ പ്രധാനപ്പെട്ട നേതാവ് സംസ്ഥാന അധ്യക്ഷന് വിവരം കൈമാറി. തുടർന്ന് അത് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ഇയാളെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. ആ ചിത്രമാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ ബി.ജെ.പി വലിയ വിവാദങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പോലും പ്രത്യേകിച്ച് 2020 സ്ഥാനാർത്ഥികൾ നിർണ്ണയിച്ചതിൽ ഇരിക്കൂറിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലൊക്കെ ഒരു കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ എടുക്കുന്ന ഒരു നേതാവ്, അയാൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. അയാൾ ഇടപെടൽ നടത്തി. അമ്മയിൽ ഈയിടെ വിവാദമായ അമ്മയിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇടപെടൽ നടത്തിയെന്ന ആരോപണം ഉയർന്ന അതേ നേതാവ് അമ്മയ്ക്ക് വേണ്ടി സ്ഥാനാർത്ഥി കണ്ടെത്താൻ അവിടെ പണം ചെലവഴിച്ചു. 2020 സ്ഥാനാർത്ഥികളുടെ നൽകിയ പണത്തിൽ തട്ടിപ്പ് നടത്തി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ബി.ജെ.പി നേതൃത്വം ഇതുവരെയും ഈ വിവാദത്തിൽ പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തു വരികയാണ്. രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധപക്ഷം ഇത് വലിയൊരു അവസരമായി ആയുധമാക്കി മാറ്റിയിട്ടുമുണ്ട്.
കാപ്പ കേസിൽ ജയിലിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതന് ഒരു ദിവസത്തെ ജാമ്യം. സത്യപ്രതിജ്ഞ അസാധുവായ സാഹചര്യത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ജാമ്യം അനുവദിച്ചത്. ജൂലൈ 13 വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെയാണ് നെടുമങ്ങാട് കോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം കാപ്പ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാലേ സുഗതന് പുറത്തിറങ്ങാൻ കഴിയും. BJPയുടെ വാഴൂട്ടുകോണം കൗൺസിലർ സുഗതന് കർശന ഉപാധികളോടുകൂടിയാണ് നെടുമങ്ങാട് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങളടക്കം സുഗതൻ പുറത്തു വന്നാൽ ഉണ്ടാകുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. എന്നാൽ അതിന് പകരം സംവിധാനം ഒരുക്കണം, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനം സിറ്റി പോലീസ് കമ്മീഷണർ ഒരുക്കണം എന്ന നിർദ്ദേശം കൂടി നൽകിക്കൊണ്ടാണ് കോടതി സുഗതന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഓരോ ലക്ഷം രൂപയുടെ 2 ആൾജാമ്യ ബോണ്ടുകൾ നൽകി വേണം സുഗതൻ പുറത്തിറങ്ങാൻ. 11 മണിക്ക് രാവിലെ 11 മണിക്ക് കോർപ്പറേഷൻ മേയറിന്റെ ഓഫീസിൽ കോൺഫറൻസ് ഹാളിൽ ഹാജരാകണം. 11:30 മുമ്പായി അവിടെ തിരികെ പോകണം. മറ്റൊരു യോഗങ്ങളിലും പങ്കെടുക്കാൻ പാടില്ല. വൈകിട്ടോടുകൂടി വിയൂർ സെൻട്രൽ ജയിലിലേക്ക് സുഗതൻ എത്തിക്കണമെന്നും പോലീസിന് നിർദ്ദേശമുണ്ട്. BJPക്ക് വലിയ ആശ്വാസമുള്ള തീരുമാനമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാപ്പ ബോർഡ് നേരത്തെ സുഗതന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. കളക്ടറുടെ ഉത്തരവ് ശരിവച്ചിരുന്നു. അതോടുകൂടി സുഗതന്റെ കൗൺസിൽ അംഗത്വം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നത് വലിയ ആശങ്ക BJPക്ക് ഉണ്ടായിരുന്നു. ഏതായാലും സുഗതൻ ഇനി സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാം. അതോടുകൂടി തൽക്കാലത്തേക്കിലും സുഗതന് അയോഗ്യനാകുന്ന നടപടിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാകും. ഏതായാലും സുഗതൻ കാപ്പ കേസിൽ ജയിലിലായതുകൊണ്ട് കസ്റ്റഡിയിൽ തുടരും. എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തൽക്കാലത്തേക്ക് BJPക്ക് മുഖം രക്ഷിക്കാനുള്ള, ഭരണം നഷ്ടപ്പെടാതിരിക്കാനുള്ള അവസരമായി ഇതിനെ അവർ ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. തുടർ നടപടികളുമായി, നിയമ നടപടികളുമായി BJP മുന്നോട്ട് പോവുകയും ചെയ്യും. സുഗതൻ പുറത്തിറങ്ങിയാൽ ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഇടതുമുന്നണിയും UDFും തയ്യാറാകുന്നതാണ് കണ്ടറിയേണ്ടത്. സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം നഗരസഭയ്ക്ക് മുന്നിൽ ഇടതുമുന്നണി ഇപ്പോൾ റിലേ സത്യാഗ്രഹം തുടരുകയാണ്. കോൺഗ്രസും ഈ ആവശ്യം ഉന്നയിച്ച് സമരരംഗത്താണ്. CC മുകുന്ദൻ MLA ആയിരിക്കെ വ്യാജ ഒപ്പിട്ട് പണം തട്ടിയെന്ന പരാതിയിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മസൂദ് K വിനോദ് പോലീസ് പിടിയിൽ. അന്തിക്കാട് പോലീസാണ് മസൂദ് K വിനോദിനെ പിടികൂടിയത്. CC മുകുന്ദന്റെ വ്യാജ ഒപ്പിട്ട് പണം തട്ടിയെന്നാണ് പരാതി. ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച മസൂദിന്റെ മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു. VS സുനിൽകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മസൂദിനെ പാർട്ടിയാണ് CC മുകുന്ദന്റെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചത്. പാലാ നഗരസഭയിൽ അവിശ്വാസ പ്രമേയ നീക്കവുമായി LDF. അവിശ്വാസ പ്രമേയ നോട്ടീസ് ഇന്ന് ജില്ലാ കളക്ടർക്ക് നൽകും. അവിശ്വാസ നീക്കത്തിൽ കോൺഗ്രസ് ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്തായാലും പാലായിൽ ഒടുവിൽ ഒരു രാഷ്ട്രീയ നീക്കത്തിന് കേരള കോൺഗ്രസ് LDF തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ളത്. പാലായിൽ അവിശ്വാസ നീക്കവുമായി LDF മുന്നോട്ട് പോവുകയാണ്. കൗൺസിലർമാരുടെ ഒപ്പൊക്കെ വാങ്ങി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കാണ് അവിശ്വാസ നോട്ടീസ് നൽകുക. എന്തായാലും കോൺഗ്രസിന്റെ കൂടി ഉണ്ടാകും. കോൺഗ്രസിലെ ചില വിമതരുടെ സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയുണ്ടാകും. അങ്ങനെ ഈ ഭരണത്തെ താഴെയിറക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഉള്ളത്. പാല അനാഥമാകില്ല എന്നുള്ളതായിരുന്നു ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം. അങ്ങനെ പക്ഷേ സ്വതന്ത്രമായി ചേർന്നൊരു ഭരണത്തിന് തങ്ങളില്ല, ഭരണത്തിൽ നിന്ന് തന്നെ തങ്ങൾ മാറി നിൽക്കും എന്നായിരുന്നു കേരള കോൺഗ്രസ് എം പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോഴെന്തായാലും ഈ ഭരണത്തെ താഴെ ഇറക്കുക, അതായത് വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ കേരള കോൺഗ്രസ് എം പോയ ശേഷം UDFന് ഭരണം കിട്ടുന്ന ഒരു നഗരസഭയായി പാലാ മാറുമ്പോൾ ആ നഗരഭരണത്തെ വീഴ്ത്തുകയാണ് കേരള കോൺഗ്രസ് എം എന്നുള്ളതാണ് ഫലത്തിൽ, അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം ഫലത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ 6 അംഗങ്ങളാണുള്ളത്. ഇവരിൽ ഇതിനകം തന്നെ ഒന്നിലധികം അംഗങ്ങൾ കടുത്ത എതിർപ്പുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി തന്നെ നഗരഭരണത്തിനെതിരെ പ്രമേയം പാസാക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇതെല്ലാം ഉണ്ടായതോടുകൂടിയാണ് ഈ അവസരം മുതലെടുക്കാൻ കേരള കോൺഗ്രസ് എം കളത്തിൽ ഇറങ്ങുന്നത്. സ്വാഭാവികമായും നോട്ടീസ് നൽകിക്കഴിഞ്ഞാൽ പിന്നീട് 15 ദിവസത്തിന് ശേഷമാണ് വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. അതുവരെ സമയമുണ്ട്. കോൺഗ്രസ് എന്തായാലും ഈ ഏതെങ്കിലും അംഗം വിട്ടുപോയാൽ, മാറിപ്പോയാൽ വിപ്പ് നൽകി അവരെ ഒപ്പം നിർത്താനുള്ള തന്ത്രമായിരിക്കും, ഇല്ലെങ്കിൽ അയോഗ്യത എന്ന ഭീഷണിയായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാകുക. ഫലത്തിൽ പാലാ നഗരഭരണം ആകെ പ്രതിസന്ധിയിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പുറത്തുള്ള തന്ത്രങ്ങൾ എന്ത്, UDFിലുള്ള തന്ത്രങ്ങൾ, മറുതന്ത്രങ്ങൾ എന്ത് എന്നത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും കടുത്ത പ്രതിസന്ധിയിലേക്ക് പാലായിലെ UDF ഭരണം മാറുകയാണ്. മുഖ്യമന്ത്രി VD സതീശനു വേണ്ടി ജനങ്ങളെ വഴിയിൽ തടഞ്ഞ് പോലീസ്. മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴികളിൽ വാഹനങ്ങളെയും വഴിയാത്രക്കാരെയും തടഞ്ഞു നിർത്തിയാണ് പോലീസിന്റെ ഗതാഗത ക്രമീകരണം. ഞാനാണ് വഴിയിൽ
റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ കാത്ത് എൻ്റെ വണ്ടിയായിട്ട് ഞാൻ കിടക്കുവാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കിടക്കുവാണെങ്കിൽ 5 മിനിറ്റൊക്കെ ആവാം, അരമണിക്കൂറായില്ല, 1 മണിക്കൂറായില്ല, എവിടെയൊക്കെ പോകേണ്ട ആളുകള അതൊന്നും വേണ്ടെന്ന് പറയും. അത് ഞാൻ ആ വഴിയിൽ നിൽക്കുന്ന ഒരാളായി, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന അകത്ത് ഒരു കാറിലിരിക്കുന്ന അത്യാവശ്യത്തിന് പോകേണ്ട ഒരാളായി ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കി. അപ്പം ഞാനെടുത്ത തീരുമാനമാണത്. അധികാരമേറ്റെടുക്കും മുമ്പ് വി.ഡി. സതീശൻ പറഞ്ഞതാണത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹം കടന്നു പോകാൻ പോലീസ് ഒരുക്കിയ ക്രമീകരണങ്ങൾ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. അതിനിരയായ ജനം സതീശന്റെ പ്രഖ്യാപനങ്ങൾക്ക് കൈയടിച്ചു. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ റോഡുകളിൽ സംഭവിക്കുന്നത് എന്താണ്? ബാർ കൗൺസിലിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കോടതിയിലെത്തിയ ദൃശ്യങ്ങളാണത്. മുഖ്യമന്ത്രി വഞ്ചൂർ ജംഗ്ഷനിൽ എത്തുന്നതിനും വളരെ മുമ്പേ വാഹനങ്ങൾ തടഞ്ഞു. വഴിയാത്രക്കാരെയും തടയാൻ ശ്രമിച്ചു. കോടതിയിൽ നിന്ന് മുഖ്യമന്ത്രി തിരികെ പോയപ്പോഴും കാഴ്ചകൾ സമാനം. മുഖ്യമന്ത്രിയുടെ തലസ്ഥാന നഗരത്തിലെ യാത്രകൾ ഇപ്പോൾ ഇത്തരത്തിലാണ് പോലീസ് ക്രമീകരിക്കുന്നത്. പോലീസിന്റെ ഈ ക്രമീകരണങ്ങൾ മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ലെന്ന് വേണം കരുതാൻ. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയ്ക്ക് അങ്ങയുടെ യാത്രയുടെ പേരിൽ പോലീസ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വി. അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ നടന്ന കോറോ ഹെൽത്തിൽ സമവായ ചർച്ച നാളെ. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ കൊച്ചിയിലാണ് ചർച്ച. അൺരഞ്ജന ശ്രമം തുടരാനും കമ്പനി പ്രതിനിധികളോട് യോഗത്തിൽ പങ്കെടുക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കോറോ ഹെൽത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. കോറോ ഹെൽത്തിലെ ജീവനക്കാരെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ തുടരുകയാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ ജീവനക്കാരുമായി സംസാരിക്കാൻ നേരിട്ടെത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ CITU അതിൻ്റെ നേതൃത്വത്തിൽ രാവിലെ സമരപരിപാടികൾ നടന്നു. ഇവിടേക്ക് കോറോയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. പ്രധാനമായും അദ്ദേഹം പറയുന്നത് അത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല, അങ്ങനെയൊരു നിയമം ഇവിടെ കേരളത്തിൽ വിജ്ഞാപനം ചെയ്തിട്ടുമില്ല എന്നതാണ് വി ശിവൻകുട്ടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഒപ്പം CITU ഇത്തരം ഈ അസംഘടിതമായ തൊഴിൽ മേഖലയിലേക്ക് സംഘടനകൾ രൂപീകരിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇത് വലിയൊരു ചൂണ്ടുപലകയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കൂട്ട പിരിച്ചുവിടലും സമരവുമെല്ലാം തന്നെ നൽകുന്നത്. ഭാവിയിൽ ഈ IT മേഖലയിൽ വിവിധ തൊഴിൽ സംഘടനകൾ പ്രവർത്തിക്കേണ്ട ഒരിടമാണ്. അവിടെ ഇത്തരം സംഘടിതമായ നീക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് സംഘടന രൂപീകരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നു. കൊറോയിലെ അനധികൃതമായി പിരിച്ചുവിടൽ അംഗീകരിക്കുകയുമില്ല എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത്. ഈ സ്ഥാപനം ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെയാണ് പൂട്ടിയിരിക്കുന്നത്. നമ്മൾ നാട്ടിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് ഗവൺമെന്റിന്റെ അനുവാദം വാങ്ങണം സ്ഥാപനം പൂട്ടണമെങ്കിൽ. ആ നടപടി പൂർത്തീകരിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കുവാൻ CITU ആഗ്രഹിക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ IT സ്ഥാപനങ്ങളിലും താല്പര്യമുള്ള തൊഴിലാളികളെ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ സംഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് INTUCയുടെ നേതൃത്വത്തിലും ഇവിടേക്ക് മാർച്ച് നടന്നു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനാണ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. കൊറോയിലെ ഈ കൂട്ടപ്പിരിച്ചുവിടൽ അംഗീകരിക്കാൻ കഴിയില്ല. ഇത് എല്ലാ തൊഴിൽ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള രീതിയാണ് ഉണ്ടായത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ വരും ദിവസങ്ങളിൽ നടക്കും. ഇവിടെ നടക്കുന്ന ചർച്ചകളിൽ അവർ പങ്കാളികളായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് INTUC മുന്നറിയിപ്പ് നൽകിയത്. അപ്പോൾ ലോകത്ത് മനുഷ്യന് അംഗീകരിക്കാൻ കഴിയാത്ത കിരാതമായ ഒരു നടപടി ഈ കോറോ ഹെൽത്ത് കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ശക്തമായി നമ്മൾ നേരിടുക തന്നെ ചെയ്യും. ലോകത്ത് പല രാജ്യങ്ങളും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്.
അപ്പോൾ അത്രമാത്രം തട്ടിപ്പ് നടത്തുന്ന ഒരു കമ്പനിയുടെ ഭാഗമായി കേരളത്തിൽ ബുദ്ധിയും വിവേകവും ഉണ്ടെന്ന് നമ്മളെല്ലാം കരുതുന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ജോലിക്കെടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ജോലിയില്ല പൊക്കോളം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് പോകും. എന്തായാലും നാളെ നടക്കുന്ന ചർച്ചകൾ നിർണായകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോറോ ഹെൽത്ത് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇപ്പോഴുള്ള തൊഴിലാളി യൂണിയനുകളുടെ ഇടപെടൽ, അതോടൊപ്പം തന്നെ ഈ തൊഴിൽ വകുപ്പിൻ്റെ ഇടപെടൽ ഇത് അന്യായമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി പറഞ്ഞത് ഇത് അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങണം, ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്നതും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ പങ്കാളികളാകണമെന്നൊരു നിർദ്ദേശവുമാണ് നൽകിയത്. അതുകൊണ്ട് നാളെ തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിൽ കമ്പനി പ്രതിനിധികൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ഇതുവരെയും അവർ അതിനോട് അനുകൂലമായി ചർച്ചകൾ എവിടെയെന്ന് പോലും ഒരു ഔദ്യോഗികമായ രീതിയിലുള്ള ഒരു അന്വേഷണം അവർ നടത്തിയിട്ടില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. എന്തായാലും ഈ പരിപാടികളിൽ, പ്രതിഷേധ പരിപാടിയിലടക്കം വലിയ രീതിയിലുള്ള തൊഴിലാളികളുടെ പങ്കാളിത്തം ഉണ്ട്. വരും ദിവസങ്ങളിൽ ഈ ചർച്ചകൾ ഏത് ദിശയിലേക്ക് പോകും എന്നതിനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു ഇനിയുള്ള പ്രതിഷേധ പരിപാടികൾ. ഈ ചർച്ചകൾ രമ്യമായി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പാണ് വിവിധ തൊഴിലാളി സംഘടനകൾ നൽകുന്നത്. സെഷൻസ് കോടതികളിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനത്തിൽ സർക്കാരിന് തിരിച്ചടി. നിയമനം മെറിറ്റ് അടിസ്ഥാനമാക്കി വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സർക്കാരിന്റെ കരട് സർക്കുലറിൽ ഭേദഗതി വരുത്തി ജില്ലാ ജഡ്ജിയുടെ അഭിപ്രായത്തിന് പ്രാമുഖ്യം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിയമനത്തിൽ ഇതുവരെ സർക്കാരാണ് തീരുമാനമെടുത്തിരുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനം സർക്കാർ നടത്താനിരിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ് കൂടി പുറത്തുവരുന്നത്. ഈ നിയമനത്തിൽ മെറിറ്റ് അടിസ്ഥാനമാക്കണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാരിന്റെ കരട് സർക്കുലറിൽ ഭേദഗതി വരുത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. ജില്ലാ ജഡ്ജിയുടെ അഭിപ്രായത്തിന് പ്രാമുഖ്യം നൽകണം എന്നുകൂടി ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കുലറിലെ പരിഗണന എന്ന പ്രയോഗം പ്രാമുഖ്യമെന്ന് തിരുത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർമാരുടെ അഭിപ്രായത്തിന് ഇനി മുൻഗണന ലഭിക്കുകയില്ല. അപേക്ഷകരുടെ പശ്ചാത്തലം പരിഗണിക്കുക മാത്രമാകും ജില്ലാ കളക്ടറുടെ ചുമതല എന്നുകൂടിയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിമാർ പശ്ചാത്തലം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്യണം. നിയമന പ്രക്രിയയിൽ ജില്ലാ പോലീസ് മേധാവിമാരെ കൂടി ഉൾപ്പെടുത്താമെന്ന നിർദ്ദേശം ഹൈക്കോടതി തള്ളുകയും ചെയ്തു. എന്തായാലും നിയമനത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിരുന്നത് സർക്കാരായിരുന്നു. അതിനിടയിലാണിപ്പോൾ ഇത്തരത്തിലൊരു നിർണായകമായ ഉത്തരവ് കൂടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതായത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിൽ ഇനി ജില്ലാ ജഡ്ജിമാരുടെ അഭിപ്രായം കൂടി പ്രാമുഖ്യം നൽകണം, പരിഗണിക്കണം എന്ന വാക്ക് മാറ്റി പ്രാമുഖ്യം നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവിൽ പറയുന്നത്. പെരുമ്പാവൂരിലെ ആൾക്കൂട്ട വിചാരണയിൽ പോലീസ് കേസെടുത്തു. യുവാക്കളുടെ പരാതിയിൽ കണ്ടാലറിയാവുന്ന 6 പേർക്കെതിരെയാണ് കേസ്. കഞ്ചാവ് വിൽപ്പനക്കാരെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്നും തല മൊട്ടയടിച്ചുവെന്നുമാണ് പരാതി. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. മഞ്ഞപ്പെട്ടി സ്വദേശികളായ ഗോകുൽ, ആൽബി, അൽഫാസ് എന്നിവരെ ഒരു പെരുമ്പാവൂരിലെ ഒരു സോഡ ഫാക്ടറിയിലേക്ക് ജോലി ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയായിരുന്നു സൂപ്പർവൈസർ. അവർ മുൻപ് അവിടെ ജോലി ചെയ്തവരായിരുന്നു. പിന്നീട് ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്നതോടുകൂടി അവർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളെല്ലാം നാട്ടിലായതിനാൽ തൊഴിലാളികളുടെ കുറവ് കാരണമാണ് ഇവരെ 3 പേരെ ജോലിക്കായി സൂപ്പർവൈസർ വിളിച്ചത്. ഇവർ ഫാക്ടറിക്ക് അടുത്തേക്ക് എത്തുമ്പോഴാണ് ഒരു സംഘം ആളുകൾ, അതായത് കണ്ടാൽ അറിയാവുന്ന 6 പേരെന്നാണ് പറയുന്നത്, 6-ലധികം പേരുണ്ടെന്നും പറയപ്പെടുന്നു. ഇവർ ഈ 3 പേരെയും തടഞ്ഞു നിർത്തുകയും നിങ്ങളല്ലേ കഞ്ചാവ് വിതരണം ചെയ്യുന്നത്, നിങ്ങളുടെ പക്കൽ കഞ്ചാവില്ലേ എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ 3 പേരും പറയുകയുണ്ടായിരുന്നു തങ്ങളുടെ പക്കൽ കഞ്ചാവില്ല, തങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുകയില്ല എന്ന തരത്തിലുള്ള സംഭാഷണം ഇവർക്കിടയിൽ ഉണ്ടാവുകയും പിന്നീട് ഇവർ 3 പേരെയും തൊട്ടടുത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഇടത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് വിവസ്ത്രനാക്കിയതിനു ശേഷം മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ഇവരെ മർദ്ദിച്ചതും മലയാളികൾ തന്നെയാണ്. ഇവർ 3 പേരും മലയാളികളാണ്. പിന്നീട് തല മുണ്ടനം ചെയ്തു, 3 പേരുടെയും തല മുണ്ടനം ചെയ്തു. അടുത്തുള്ള അതിഥി തൊഴിലാളിയായ ബാർബറെ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് തല മുണ്ടനം ചെയ്തതെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും കണ്ടാൽ അറിയാവുന്ന 6 പേർക്കെതിരെയാണ് പെരുമ്പാവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വലിയ തരത്തിലുള്ള
പരിശോധനയാണ് പെരുമ്പാവൂർ നഗരത്തിൽ നടക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്നും. അതുകൊണ്ട് തന്നെ അത് നിയമം കയ്യിലെടുക്കുന്ന തരത്തിലേക്ക് പോലും അവിടുത്തെ നാട്ടുകാർ കടക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഒരു ആൾക്കൂട്ട വിചാരണ എന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടി വരും. എന്തായാലും ഈ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും ഇവരെ കൂടുതൽ ആളുകൾ ഉള്ളതിനാൽ അവരെല്ലാം കൂടി ഇവരെ 3 പേരെ പിടിച്ചു വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് തുടർച്ചയായ 2ാം ദിവസവും കനത്ത പ്രത്യാക്രമണവുമായി US. ആദ്യ ദിനം 80 ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം 90 ലക്ഷങ്ങളിലാണ് ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാനിലെ മഷാദിൽ നടക്കുകയാണ്. ഈ വർഷം ഫെബ്രുവരി 28 രാത്രിയാണ് ടെഹ്റാനിൽ നടന്ന ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ഇന്ന് 131 ദിവസം കഴിയുമ്പോൾ ഇന്നാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദിൽ നടക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം നീണ്ടുനിന്ന കൂട്ട പ്രാർത്ഥനകളും വിലാപയാത്രകൾക്കും അനുസ്മരണ ചടങ്ങുകൾക്കും ഒടുവിലാണ് ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോഴും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരസ്പരം ആക്രമണവും പ്രത്യാക്രമണവും അതോടൊപ്പം തന്നെ വാക്പോരും തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ഏറ്റവും ഒടുവിലത്തെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാൻ വീണ്ടും ഒരു കരാറിലേക്ക് എത്താം എന്നുള്ള അഭ്യർത്ഥനയുമായി ഇറാൻ ബന്ധപ്പെട്ടുവെന്നും എന്നാൽ ഇങ്ങനെ ഒരു കരാർ പാലിക്കുമെന്ന കാര്യത്തിൽ തനിക്കിപ്പോഴും ഉറപ്പില്ല എന്നുമാണ് പറഞ്ഞത്. ഇറാൻ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ അതിൻ്റെ 20 ഇരട്ടി ശക്തിയിൽ പ്രത്യാക്രമണം നടത്തുകയാണ് അമേരിക്ക എന്നും പറഞ്ഞു. ഇറാനിൽ നടത്തിയ ആക്രമണത്തിൻ്റെ ചില ഭാഗത്തെ ദൃശ്യങ്ങളും അദ്ദേഹം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടിട്ടുണ്ട്. അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന നിലയ്ക്ക് സമീപപ്പെട്ട രാജ്യങ്ങളായ ബഹ്റൈനിലേക്കും അതോടൊപ്പം തന്നെ ഖത്തറിലേക്കുമെല്ലാം ഇറാന്റെ ഭാഗത്തു നിന്നും ചില ആക്രമണങ്ങൾ ഉണ്ടായതായും വിവരങ്ങളുണ്ട്. അതിൻ്റെയും ആക്രമണത്തിൻ്റെയും വിവരങ്ങളൊക്കെയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ആക്രമണവും പ്രത്യാക്രമണവും ഒരു വഴിക്ക് സമാധാന ചർച്ചയും ഒക്കെ നിൽക്കുകയാണ്. സമാധാന ചർച്ച തൽക്കാലം ഇറാനും അമേരിക്കയുമുള്ള സമാധാന ചർച്ച നിർത്തിവെച്ചിരിക്കുകയാണ്. അയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രതികരണം ഏറെ വിവാദമായിരുന്നു. ഇറാൻ അതിനെതിരെ ശക്തമായ പ്രതിഷേധവും പറഞ്ഞിരുന്നു. ഈ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ എല്ലാ നേതാക്കളും അവിടെ എത്തുമല്ലോ, ഒറ്റ വെടിക്ക് തന്നെ എല്ലാവരെയും തീർക്കാം, പക്ഷേ ഞങ്ങളങ്ങനെ തീർക്കാത്തത് പിന്നീട് ആരുമായി ചർച്ച നടത്തും എന്ന പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് എന്നുള്ള പറഞ്ഞിരുന്നു. ഇത് ഇരുവരും തമ്മിലുള്ള സമാധാന കരാറിനെയും ചർച്ചയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുകയും ഈ ചർച്ചകൾ ഇറാൻ നിർത്തിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ചർച്ചകൾക്ക് വഴി തെളിയുന്നു എന്നുള്ള ചില വാക്കുകളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ വ്യക്തമായ ഒരു സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ കോടതിക്ക് എന്തും പറയാം, അതിനെ ചോദ്യം ചെയ്യുന്നില്ലെന്ന് INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ. പ്രോസിക്യൂഷൻ അനുമതി തയ്യാറാക്കിയതിൽ താൻ ഇടപെട്ടിട്ടില്ല, തന്റെ കൈകൾ ശുദ്ധമാണ്. കോടതിയെ ലക്ഷ്യ കേസിൽ താൻ കക്ഷിയല്ല, പ്രോസിക്യൂഷന്റെ അനുമതിക്കെതിരെ നിയമ നടപടിക്ക് പോകണോ എന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് എന്തും പറയാം, ഞങ്ങൾക്കൊന്നും അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാനുള്ളത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, 2012 മുതൽ 15 വരെ ആ സ്ഥാപനത്തിൽ നടന്നു വന്ന ഒരു പ്രക്രിയയിലും ഒരു ഡീവിയേഷനും ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല. അപ്പോൾ തുടർച്ചയായി നടന്നു വരുന്ന സമ്പ്രദായത്തെ ഗവൺമെന്റ് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് കശുവണ്ടി തൊഴിലാളികൾക്ക് പരമാവധി തൊഴിൽ ദിനങ്ങൾ കൊടുക്കാനും അതിൻ്റെ നിയമവും നീതിയും വെച്ചുകൊണ്ട് ആഡിറ്റ് സമ്പ്രദായങ്ങളെല്ലാം നിർവഹിച്ച് C&AG ആഡിറ്റ് അടക്കം നിർവഹിച്ച് എല്ലാ തരത്തിലുള്ള പരിശോധനകൾക്കും വിധേയമായിട്ടാണ് ഈ കോർപ്പറേഷൻ നടന്നു വരുന്നത്. 2005 മുതൽ 15 വരെയുള്ള ഒരു കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് എന്ത് റോൾ ഉണ്ടാകും നിങ്ങൾ തന്നെ കാണണം. കോടതിയിൽ വരുമ്പോൾ കോടതിയെ സംബന്ധിച്ച് നമുക്ക് കമന്റ് പറയാൻ നമുക്ക് അവകാശമില്ല. അത് അദ്ദേഹത്തിന്റെ മനോധർമ്മമാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന മെറ്റീരിയൽസ് വെച്ചുകൊണ്ടാണ് ഒരു ബഹുമാനപ്പെട്ട കോടതി പരാമർശങ്ങൾ നടത്തുന്നത്. ആ പരാമർശങ്ങളെ സംബന്ധിച്ച് ഞാനെങ്ങനെ മറുപടി പറയുന്നത്? കേരള ഗവൺമെന്റ് ഒരു ഉത്തരവ് കൊടുക്കുന്നു, UDF ഗവൺമെന്റ് വന്നപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും UDFന്റെ ഗവൺമെന്റ് വരുന്നു, ഈ പ്രോസിക്യൂഷൻ അനുമതി തടയേണ്ട കാര്യമില്ല, കൊടുക്കാം. കൊടുത്തപ്പോഴതിനകത്തെ വാചകത്തെക്കുറിച്ച് പ്രശ്നമായി. അതിനകത്തെ വാക്ക് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തതല്ല, അത് ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ. ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്കതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല. അങ്ങനെ ഞാൻ കയറിയിരുന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു സംവിധാനമാണ് കേരള ഗവൺമെന്റ് എന്ന് എനിക്ക് തോന്നില്ല, നിങ്ങൾക്ക് തോന്നിയാലും. അപ്പം അതുകൊണ്ട് ദയവായി എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു പുലബന്ധം പോലും ഇല്ലാത്ത പ്രോസിക്യൂഷൻ പെർമിഷൻ കൊടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ എന്നെ വെറുതെ വലിച്ചെടുക്കരുത്.
PSC ആസ്ഥാനത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. PSC പരീക്ഷാ ക്രമക്കേടിലാണ് പ്രതിഷേധം. പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് കയറി. 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്ക് പറ്റി. രാജേഷ്, അനിൽകുമാർ എന്നിവർക്കാണ് പരിക്ക്. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമനത്തിനെതിരെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധം ഉയർത്തിയത്. അധ്യാപക നിയമനത്തിൽ ഇന്ന് ഇന്റർവ്യൂ നിശ്ചയിച്ചിരുന്നു. അക്കാദമിക് ബ്ലോക്കിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. അതേസമയം കോൺഗ്രസ് സമരത്തിനെതിരെ വിദ്യാർത്ഥികളും പ്രതിഷേധിച്ചു. പഠിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നുവെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. തൃശൂരിൽ നടുറോഡിൽ യാത്രക്കാരന്റെ മൂക്കിടിച്ച് തകർത്ത സംഭവത്തിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ നൂറനാട് സ്വദേശി ശ്രീകുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാതയിൽ വൈറ്റിലയ്ക്കും പാലാരിവട്ടത്തിനും ഇടയിൽ ഗീതാഞ്ജലി ജംഗ്ഷനിൽ വെച്ചാണ് സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കത്തിൽ ഇടപ്പള്ളി സ്വദേശി ഷംഷീർ ഇടപെട്ടത്. ഇതിനിടയിൽ ശ്രീകുമാർ കയ്യിൽ നാണയം ചുരുട്ടിപ്പിടിച്ച് മുഖത്ത് ഇടിക്കുകയായിരുന്നു. കൊല്ലത്ത് അർജന്റീന വിജയാഹ്ലാദ പ്രകടനത്തിനിടെ ഓടിക്കൊണ്ടിരുന്ന ബൈക്ക് കത്ത് നശിച്ചു. കൊല്ലം കരിക്കോട് TKM കോളേജിന് സമീപമാണ് സംഭവം. കിളികല്ലൂർ സ്വദേശി S അഭിലാഷിന്റെ ബൈക്കാണ് കത്തിയത്. ബൈക്ക് അമിതമായി ആക്സിലറേറ്റ് ചെയ്തതാണ് തീപിടിക്കാൻ കാരണമെന്ന് ഫയർഫോഴ്സ് വ്യക്തമാക്കി. തിരുവനന്തപുരം നെടുമങ്ങാട് ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടുപോത്തുകളുടെ സാന്നിധ്യത്തിൽ ആശങ്ക. ദിവസങ്ങളായി കരിപ്പൂർ മേഖലയിൽ കാട്ടുപോത്തുകൾ എത്തുന്നുണ്ട്. ഇതോടെ വനവകുപ്പ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയും സുരക്ഷിതമായി സൂക്ഷിക്കാൻ നിർദ്ദേശമുണ്ട്. പോത്തിനെ മയക്കുവെടി വെക്കുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് നഗരസഭാ പ്രദേശത്ത് കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. ഗാന്ധിനഗർ ഭാഗത്ത് കാട് പിടിച്ച പുരയിടത്തിലാണ് ഇവ തമ്പടിച്ചത്. പുലിപ്പാറ വേങ്കവിള ഭാഗത്തും കാട്ടുപോത്ത് എത്തുന്നുണ്ട്. പാലക്കാട്ട് കാരാപാടം സൈലന്റ് വാലി കുരുത്തിച്ചാൽ പ്രദേശത്ത് ആനയുടെ ജഡം കണ്ടെത്തി. 2 ദിവസം പഴക്കമുണ്ട്. പാറക്കെട്ടിൽ തങ്ങിയാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. വനം വകുപ്പ് പരിശോധന നടത്തി. മലപ്പുറം ജില്ലയിലെ പാസ്പോർട്ട് അപേക്ഷകർക്ക് ആശ്വാസമായി തവനൂരിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിച്ചു. തുടക്കത്തിൽ 50 പേർക്കും പിന്നീട് 150 പേർക്കും വരെ സേവനം നൽകുന്ന രീതിയിലാണ് സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പാസ്പോർട്ട് അപേക്ഷകരുടെ പ്രധാന പ്രതിസന്ധിയായിരുന്നു സേവനങ്ങൾക്കായി മതിയായ സൗകര്യങ്ങളില്ല എന്നത്. ജില്ലക്കാർക്ക് ആകെയുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രം മലപ്പുറത്താണ്. ഇവിടെയാകട്ടെ വലിയ രീതിയിലുള്ള തിരക്കും. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും അടക്കമുള്ള കാലതാമസം അബ്ദുസമദ് സമദാനി MP കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തവനൂരിൽ പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം അനുവദിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ പദ്ധതി പ്രകാരം രാജ്യത്തെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. ഡോക്ടർ S ജയശങ്കറും ശ്രീ നരേന്ദ്രമോദിയും എല്ലാം ചേർന്ന് വിഭാവനം ചെയ്ത ഒരു സ്കീം വഴി ഈ മനുഷ്യരെല്ലാം പ്രവർത്തിച്ചതുകൊണ്ട് അത് നിങ്ങളുടെ സൗകര്യത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഇവിടെ വന്ന് ഭവിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ മുഹൂർത്തത്തിന്റെ ഏറ്റവും വലിയ ദിവ്യമായ പ്രത്യേകത. തുടക്കത്തിൽ ദിവസേന 50 പേർക്ക് വീതമായിരിക്കും തവനൂരിൽ പാസ്പോർട്ട് അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കുക. ന്യൂസ് 18 തിരൂർ. പാലക്കാട് വല്ലപ്പുഴയിൽ 50ഓളം കരിങ്കോഴികളെ തെരുവുനായ കടിച്ചുകൊന്നു. വിലപിടിപ്പുള്ള കരിങ്കോഴികളാണ് ചത്തത്. ഇതോടെ വലിയ തെരുവുനായ ആക്രമണ ഭീതിയിലാണ് പ്രദേശവാസികൾ. കുറച്ചു
കുറച്ചുകാലമായി തെരുവുനായ ആക്രമണത്തിന്റെ വലിയ ഭീതിയിലാണ് വല്ലപ്പുഴ ചെറുകോട് നിവാസികൾ. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ വീട്ടിൽ വളർത്തിയിരുന്ന കരിങ്കോഴികളെ തെരുവുനായ കടിച്ചുകൊന്നു. ചെറുകോട് സ്വദേശി താമരശ്ശേരി അനൂപിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന 50ഓളം കരിങ്കോഴികളെയാണ് തെരുവുനായ്ക്കൾ കൊന്നൊടുക്കിയത്. 2 മാസം പ്രായമായ കോഴികളാണ് ചത്തത്. വലിയ വില കൊടുത്താണ് അനൂപും കുടുംബവും കരിങ്കോഴികളെ വാങ്ങിയത്. ഇവയുടെ മുട്ടയും ഇറച്ചിയും വിൽപ്പന നടത്തി ഉപജീവനം നടത്തിയിരുന്ന കുടുംബം ഇതോടെ വലിയ പ്രയാസത്തിലായി. കോഴിക്കോട് നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വളർത്തുന്ന കരിങ്കോഴികളാണ്. ചെറിയ പ്രായത്തിൽ വാങ്ങിയിട്ട് വളർത്തുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് നോക്കി ഉണ്ടാക്കിയിട്ട് ഈ തെരുവ് നായ്ക്കൾ കാരണം ഞങ്ങളെ കരിങ്കോഴികളൊക്കെ പോയി. 10-50 കരിങ്കോഴികളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിൽ എല്ലാറ്റിനെയും പിടിച്ചിട്ടുണ്ടായി. ആകെ 4 എണ്ണത്തിന് ഞങ്ങൾക്ക് ഇപ്പോൾ ജീവനോടെ കിട്ടിയത്. തെരുവ് നായ്ക്കളെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും വയ്ക്കുന്നില്ല. ചെരുപ്പുകൾ എടുത്തുകൊണ്ട് പോവുക, തുണികൾ അഴയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോവുക. ഇത്തരത്തിൽ കുറേയായി ഞങ്ങളെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു നടപടി ഇതിനെതിരെ ഉണ്ടായിട്ടില്ല. രാത്രിയുടെ മറവിലാണ് തെരുവുനായ്ക്കൾ കൂട് തകർത്ത് കോഴിക്കുഞ്ഞുങ്ങളെ കൊന്നത്. രാവിലെ നോക്കുമ്പോൾ കോഴികൾ മുറ്റത്ത് ചത്തുകിടക്കുന്നതാണ് വീട്ടുകാർ കണ്ടത്. വളർത്തുമൃഗങ്ങൾക്കും ജീവികൾക്കും പുറമെ മനുഷ്യർക്കും തെരുവുനായ്ക്കൾ വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. കാർഷിക മേഖലയിൽ കാട്ടുപന്നി ശല്യം ഇല്ലാതാക്കുന്നതുപോലെ തെരുവുനായ്ക്കളുടെ ശല്യം ഇല്ലാതാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് 18 പാലക്കാട്. ചോറും മീനും വിളമ്പിയ ഭക്ഷണപ്പെരുമയുടെ 1ാം വാർഷികത്തിൽ കസ്റ്റമേഴ്സിന് സൗജന്യ സദ്യ ഒരുക്കി കുറ്റിപ്പുറത്തെ ചോറും മീനും. 1 വർഷമായി ഭക്ഷണം കഴിച്ചു പോയ മുഴുവൻ പേരെയും സൗജന്യ സദ്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. 5000-ലധികം പേർക്കാണ് സദ്യ ഒരുക്കിയത്. കുറ്റിപ്പുറത്തെ ചോറും മീനും എന്ന ഭക്ഷ്യശാല അതിന്റെ വിജയവഴിയിൽ 1 വർഷം പിന്നിടുകയാണ്. സ്വാദൂറുന്ന ചോറിനും മീനിനുമൊപ്പം സ്നേഹവും വിളമ്പിയ 1 വർഷത്തെ വിജയത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിനാണ് ഉപഭോക്താക്കൾക്കായി സൗജന്യ സദ്യ ഒരുക്കിയത്. 1 വർഷമായി ഇവിടെ എത്തി ഭക്ഷണം കഴിച്ചു മടങ്ങിയ മുഴുവൻ പേരെയും 1ാം വാർഷികാഘോഷത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. 14ഓളം വിഭവങ്ങളുള്ള സദ്യയാണ് ഒരുക്കിയിരുന്നത്. സദ്യയും പാലട പായസവും സൗജന്യമായി വിളമ്പി. മീൻ ആവശ്യമുള്ളവർ മീനിന് മാത്രം പണം നൽകിയാൽ മതിയായിരുന്നു. ജീവനക്കാരുടെ കൂട്ടായ്മയാണ് ചോറും മീനിന്റെ വിജയരഹസ്യമെന്നാണ് ഉടമ രാജീവ് കുറ്റിപ്പുറം പറയുന്നത്. 1ാം വാർഷികത്തിന്റെ ഭാഗമായി ഇത്തരമൊരാശയം പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ഒപ്പം നിന്നതും ജീവനക്കാർ തന്നെയാണെന്ന് രാജീവ് പറയുന്നു. അതിൽ നമ്മുടെ സന്തോഷം കൊണ്ടാണ്. കാരണം കഴിഞ്ഞ 1 വർഷമായിട്ട് കുറ്റിപ്പുറത്ത്, അതും ഈ ഉള്ളിലോക്കിയുള്ള ഒരു ഏരിയയിൽ ഇത്രയും ആളുകളെ, ഒരുപാട് കുടുംബങ്ങളെ നമ്മളവിടെ കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഒരു സന്തോഷമാണ്, സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ വേറെ ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അത്രയും പിന്നെ ഈ കാണുന്ന ചേച്ചിമാരൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ടാണ്. അല്ലെ ചേച്ചി, കട്ടയ്ക്ക് സപ്പോർട്ടാണ്. ഇത്രയും ആളുകൾ അവരൊക്കെ പിന്നെ മുഖത്ത് നോക്കിയ ആ ഒരു ഹാപ്പിനെസ്, സന്തോഷം. സോഷ്യൽ മീഡിയ വഴി 1ാം വാർഷികത്തിലെ സൗജന്യ സദ്യയെക്കുറിച്ച് പരസ്യം നൽകിയിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരോടും സൂചിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 5000-ഓളം പേർക്കുള്ള സദ്യ ഒരുക്കിയത്. നമ്മളിന്ന് ഈ തിരക്ക് പ്രതീക്ഷിച്ചതായിരുന്നു. നമ്മളെ ഈ 1 വർഷമായിട്ട് ഇത്രയും സക്സസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് നമ്മളെ ഇത്രയും കാലമായിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ വീട്ടിലൊരു വിരുന്നുകാരെ പോലെ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്കൊരു അവർക്ക് അത്രയും സംതൃപ്തിയോടെയും ഹാപ്പിയോടും കൂടിയാണ് നമ്മൾ ഫുഡ് വിളമ്പുന്നത്. ഇക്കണ്ട ജനങ്ങൾക്കൊക്കെയും സദ്യ വിളമ്പാൻ സാധിച്ചതിൽ ചോറും മീനിലെ 200ഓളം ജീവനക്കാരും സന്തുഷ്ടരാണ്. 1 വർഷം മുമ്പ് ചെറിയ സെറ്റപ്പിൽ തുടങ്ങിയതാണ് ചോറിനും മീനിനും മാത്രമായി ഒരു ഭക്ഷണശാല. പതിയെ അത് വളർന്നു. ഇന്ന് പരിസര പ്രദേശങ്ങളിലെ വീട്ടമ്മമാരായ സാധാരണ സ്ത്രീകളടക്കം 200ഓളം ജീവനക്കാരുമായി വലിയ ഒരു പ്രസ്ഥാനമായി ചോറും മീനും അതിന്റെ വിജയയാത്ര തുടരുകയാണ്. ന്യൂസ് 18 തിരൂർ. കടയോടെ വെട്ടിയാലും കുലയ്ക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോവാനാവില്ലെന്ന് വാശിയുണ്ടെന്ന് തോന്നും ഈ കാഴ്ച കണ്ടാൽ. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വണ്ണൂരിലെ കൃഷിയിടത്തിലെ വാഴക്കുലയാണ് കൗതുക കാഴ്ചയായി ജനശ്രദ്ധ നേടുന്നത്. മാസങ്ങൾക്ക് മുൻപ് കാറ്റിൽ മുറിഞ്ഞു വീണതിനെ തുടർന്ന് കടയോടെ വെട്ടിയ വാഴയുടെ തറയിൽ നിന്നും 1 അടി മാത്രം ഉയരമുള്ള വാഴപ്പോളയ്ക്കുള്ളിൽ നിന്ന് പുറത്തുവന്ന വാഴക്കുലയാണ് മേഖലയിലെ താരം. വള്ളൂർ സ്വദേശി കൃഷ്ണനിവാസിൽ മാധവിക്കുട്ടിയമ്മയുടെ കൃഷിയിടത്തിലാണ് മൈസൂരിനത്തിൽപ്പെട്ട ഇത്തിരിക്കുഞ്ഞൻ വാഴ കുലച്ചത്. വാഴക്കുലയിൽ പടലകളായി നിരവധി കായ്കളുമുണ്ട്. കൃഷിയിടം വൃത്തിയാക്കി പുതിയ കൃഷിയൊരുക്കാൻ തൊഴിലാളികളെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ഇലകളും ഉയരവുമൊന്നുമില്ലെങ്കിലും താനെ കുലച്ചു വന്ന വാഴക്കുലയെ സംരക്ഷിക്കാൻ തന്നെയാണ് സ്ഥലമുടമയുടെ തീരുമാനം. നട്ടതിന് ശേഷം കുറച്ച് വലുതായി വാഴ കാറ്റിന് വന്നു വീണു. കാറ്റ് വന്നു വീണതിന് ശേഷം ഞങ്ങളതിനെ അടിയിൽ 2 അടിക്ക് മേലെ വെട്ടിക്കളഞ്ഞതിന് ശേഷം അത് വളരെ അത്ഭുതകരമായിട്ടാണ് ഇപ്പോൾ ഒരു വാഴക്കുല വന്ന് കാണുന്നത്. കാഴ്ച കാണാൻ നിരവധി പേരാണ് മാധവിക്കുട്ടിയമ്മയുടെ കൃഷിയിടത്തിലെത്തുന്നത്. പാലക്കാട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന മധുരമേറിയ ഇത്തിരിക്കുഞ്ഞൻ വാഴപ്പഴങ്ങൾ നൽകുന്ന ഇനമാണ് മൈസൂരി വാഴകൾ. ന്യൂസ് 18 പാലക്കാട്.
വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ മലപ്പുറം വളാഞ്ചേരിയിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു. വട്ടപ്പാറയിൽ റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ 42 സെന്റ് സ്ഥലത്താണ് ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ഇതിനായുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനായി MLAയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം 15-ന് സ്ഥലത്ത് എത്തും. വളാഞ്ചേരിയിൽ ഒരു ഫയർ സ്റ്റേഷൻ എന്ന വർഷങ്ങൾ പഴക്കമുള്ള സ്വപ്നത്തിന് അവസാനം ചിറകുമുളയ്ക്കുകയാണ്. മാറി മാറി വന്ന സർക്കാരുകൾക്ക് മുന്നിൽ ആവശ്യമുന്നയിച്ചെങ്കിലും സ്ഥലം കണ്ടെത്തി എന്നതിനപ്പുറം കാര്യമായ മറ്റു പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ കഴിഞ്ഞ ബജറ്റിലാണ് വളാഞ്ചേരി ഫയർ സ്റ്റേഷൻ എന്ന പ്രഖ്യാപനം ഉണ്ടായത്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLAയുടെ നിരന്തരമായ ഇടപെടലിനൊടുവിൽ വളാഞ്ചേരി കാട്ടിപ്പരുത്തി വില്ലേജിലെ വട്ടപ്പാറയിലുള്ള 42 സെന്റ് സ്ഥലം അഗ്നിരക്ഷാ വകുപ്പിന് കൈമാറി. സ്ഥലം ഈ മാസം 15-ന് ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർ അടക്കമുള്ള സംയുക്ത സംഘം സന്ദർശിച്ച് വിലയിരുത്തിയ ശേഷം സർക്കാരിന് റിപ്പോർട്ട് നൽകും. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമാണ് ഫയർ സ്റ്റേഷനായുള്ള നടപടികൾക്ക് വീണ്ടും ചിറകുമുളച്ചത്. ഫയർ സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. നമ്മൾ താൽക്കാലികമായി അനുവദിക്കാൻ തുടങ്ങാനുമുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുന്നത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി അംഗങ്ങൾ വലിയ താല്പര്യത്തോടുകൂടി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകാനുള്ള ശ്രമത്തിലാണ്. ഏറ്റവും എളുപ്പം അത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗമായിരുന്നു. വളരെ ഭംഗിയായത് അവസാനിച്ചിട്ടുണ്ട്. ഏറ്റവും എളുപ്പം അത് തുടങ്ങാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം, റവന്യൂ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം, ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം എന്നീ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV അജയ്കുമാർ, വളാഞ്ചേരി നഗരസഭാ അധ്യക്ഷ ഹസീന വട്ടോളി തുടങ്ങിയവരും ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരൂർ. ഇനി ക്വാർട്ടർ പോരാട്ടങ്ങൾ. Football in association with Maither Eagle FC Kerala. ലോകകപ്പിൽ ഇനി ക്വാർട്ടർ പോരാട്ടങ്ങളുടെ ആവേശം. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ റണ്ണേഴ്സപ്പായ ഫ്രാൻസ് ഇന്ന് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. 2022 ലോകകപ്പിൽ സെമി ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റ മൊറോക്കോയ്ക്ക് ഇത് പകരം വീട്ടലിനുള്ള അവസരമാണ്. ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 1:30-ക്കാണ് മത്സരം. ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ടീം ഏതെന്ന ചോദ്യത്തിന് ഒന്നേയുള്ളൂ ഉത്തരം: ഫ്രാൻസ്. അത്രമാത്രം കരുത്തോടെയാണ് ഫ്രഞ്ച് പടയുടെ മുന്നേറ്റം. ആ ഫ്രാൻസ് പക്ഷേ ഏറ്റവും ഭയപ്പെടുന്ന മത്സരം ഇന്നത്തേതായിരിക്കും. ആഫ്രിക്കൻ വമ്പന്മാരായ മൊറോക്കോ വലിയ വെല്ലുവിളിയാണ് ദശാംശനും സംഘത്തിനും. ഗംഭീര പ്രതിരോധത്തിനൊപ്പം മികവുറ്റ ആക്രമണം കൂടി ചേരുന്നതാണ് മൊറോക്കോയുടെ കളി. കാനഡയെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് അവർ വരുന്നത്. അഷ്റഫ് ഹക്കീമിയുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധവും അസദീൻ അനാഹിയുടെ മധ്യനിരയിലെ മാന്ത്രികതയും ഫ്രാൻസിന് വെല്ലുവിളി ഉയർത്തും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ച മൊറോക്കോ ഏതൊരു വമ്പന്മാരെയും വീഴ്ത്താൻ കെൽപ്പുള്ളവരാണെന്ന് തെളിയിച്ചു. ഈ ടൂർണമെന്റിൽ ഇതുവരെ 14 ഗോളുകൾ അടിച്ചുകൂട്ടിയ ഫ്രാൻസിന്റെ മുന്നേറ്റം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രീ ക്വാർട്ടറിൽ പരാഗ്വയെ മറികടന്നാണ് ദശാംശന്റെ പട ക്വാർട്ടറിലേക്ക് ടിക്കറ്റ് എടുത്തത്. 7 ഗോളുകൾ നേടിയ കിലിയൻ എംബാപ്പയും സഹതാരം ഒസ്മാൻ ഡെംബലെയും നയിക്കുന്ന ആക്രമണം ഏത് പ്രതിരോധ കോട്ടയും തകർക്കാൻ പോകുന്നതാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ ഇരു ടീമും 6 തവണയാണ് ഏറ്റുമുട്ടിയത്. ഇതിൽ ഫ്രാൻസിനാണ് വ്യക്തമായ മുൻതൂക്കം. 4 തവണ ഫ്രാൻസ് ജയിച്ചപ്പോൾ മൊറോക്കോയ്ക്ക് ജയം സ്വന്തമായത് ഒരിക്കൽ മാത്രം. എന്നാൽ ഫുട്ബോൾ ആരാധകർ ഒരിക്കലും മറക്കാത്ത പോരാട്ടം നടന്നത് 2022 ഖത്തർ ലോകകപ്പിലാണ്. ആ സെമി ഫൈനലിൽ തിയോ ഹെർണാണ്ടസിന്റെയും കോലോ മുവാനിയുടെയും ഗോളുകളിലാണ് മൊറോക്കോയുടെ സ്വപ്നക്കുതിപ്പ് അവസാനിപ്പിച്ച് ഫ്രാൻസ് ഫൈനലിലെത്തിയത്. ചരിത്രം ഫ്രാൻസിനൊപ്പമാണെങ്കിലും ഈ ലോകകപ്പിലെ മൊറോക്കോയുടെ ഫോം പ്രവചനാതീതമാണ്. ഖത്തറിലെ കടം വീട്ടാൻ മൊറോക്കോ ഇറങ്ങുമ്പോൾ കിരീടം ലക്ഷ്യമിട്ടുള്ള പ്രയാണം തുടരാൻ ഉറച്ചാണ് ഫ്രാൻസ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. 9 വർഷത്തെ സേവനത്തിന് ശേഷം ക്രൊയേഷ്യയുടെ പരിശീലന കുപ്പായം അഴിച്ച് സ്ലാറ്റ്കോ ഡാലിച്ച്. ക്രൊയേഷ്യയുടെ ഏറ്റവും കൂടുതൽ വിജയങ്ങളിലേക്ക് എത്തിച്ച പരിശീലകനാണ് ഡാലിച്ച്. നോക്കൌട്ടിൽ പോർച്ചുഗലിനോട് തോറ്റുപുറത്തായ ശേഷമാണ് തീരുമാനം. ക്രൊയേഷ്യൻ ഫുട്ബോളിന് മറക്കാനാകില്ല ഈ 9 വർഷക്കാലം. 2018 ലോകകപ്പിൽ റണ്ണറപ്പുകളും 2022 ഖത്തർ ലോകകപ്പിൽ 3ാം സ്ഥാനക്കാരുമായി ക്രൊയേഷ്യ ചരിത്രമെഴുതിയ കാലഘട്ടം. എല്ലാത്തിനു പിന്നിൽ സുവർണ തലമുറയെ കൂട്ടുപിടിച്ചുള്ള ഡാലിച്ചിന്റെ ആസൂത്രണങ്ങളാണ്. എന്നാൽ ഇത്തവണ മെഡലൊന്നും ഇല്ലാതെയാണ് ടീം മടങ്ങിയത്. അങ്ങനെ 2017 ചുമതലയേറ്റ ഡാലിച്ച് കളമൊടിഞ്ഞു.
111 മത്സരങ്ങളിൽ ക്രൊയേഷ്യയെ പരിശീലിപ്പിച്ചു. അതിൽ 62 എണ്ണത്തിലും ജയം. 2022-23 യുവേഫ നേഷൻസ് ലീഗിലും ക്രൊയേഷ്യ റണ്ണറപ്പുകളായി. എല്ലാ നേട്ടങ്ങൾക്കും അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കും നന്ദിയെന്ന് ക്രൊയേഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ. ലോകകപ്പിലെ ഗ്രൂപ്പ് എല്ലിൽ 2ാം സ്ഥാനക്കാരായാണ് ക്രൊയേഷ്യ റൗണ്ട് ഓഫ് 32-ലെത്തിയത്. ഇംഗ്ലണ്ടിനോട് 4-2 തോൽവി. പാനമയ്ക്കെതിരെയും ഘാനയ്ക്കെതിരെയും ജയം. അങ്ങനെയായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രകടനം. പോർച്ചുഗലിനെതിരായ 2-1 തോൽവിയോടെ അവരുടെ ലോകകപ്പ് യാത്ര അവസാനിച്ചു. മത്സരത്തിലെ റഫറിങ്ങിനെതിരെ ഡാലിച്ച് വിമർശനം ഉന്നയിച്ചുവെങ്കിൽ പോലും റഫറിംഗ് ആണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞൊഴിയുന്നില്ല എന്നായിരുന്നു പ്രതികരണം. VAR പരിശോധനയിൽ അനുവദിച്ച പെനാൽറ്റിയും ഗ്വാർഡിയോളിന്റെ അവസാന നിമിഷത്തെ സമനില ഗോൾ ഓഫ്സൈഡ് വിളിച്ച് നിഷേധിച്ചതും ഡാലിച്ചിനും ക്രൊയേഷ്യയ്ക്കും തിരിച്ചടിയായി. ലൂക്ക മോഡ്രിച്ചിന്റെ അവസാന ലോകകപ്പിൽ സെമി ഫൈനലിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ക്രോട്ടുകൾ. ആ സ്വപ്നം നിറവേറ്റാൻ കഴിയാത്തതിലെ നിരാശയിലാണ് ഡാലിച്ചിന്റെ പടിയിറക്കം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടും നോർവേയും നേർക്കുനേർ വരാനിരിക്കെ ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ രസകരമായ ഒരു വാക്പോര്. നാറ്റോ ഉച്ചകോടിക്കിടെ തുർക്കിയിൽ വെച്ചായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും നോർവീജിയൻ പ്രധാനമന്ത്രി യോനാസ് ഗാറും ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞ് തങ്ങളുടെ ടീമുകൾക്കായി രംഗത്തെത്തിയത്. തുർക്കിയിലെ അങ്കാറയിലുള്ള ബ്രിട്ടീഷ് എംബസിയിലായിരുന്നു ഈ സൗഹൃദ കൂടിക്കാഴ്ച. സ്വന്തം രാജ്യങ്ങളുടെ ഫുട്ബോൾ ജേഴ്സികൾ ധരിച്ചാണ് ഇരു നേതാക്കളും എത്തിയത്. ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി ഒരു പഴയകാല മത്സരഫലം ഓർമ്മിപ്പിച്ചായിരുന്നു നോർവീജിയൻ പ്രധാനമന്ത്രി തുടക്കം. 1981 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ നോർവേ ഇംഗ്ലണ്ടിനെ അട്ടിമറിച്ചത് മറക്കണ്ട എന്ന് യോനാസ് ഗാർ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ മറുപടിയും രസകരമായിരുന്നു. 1966 ലേബർ പാർട്ടി അധികാരത്തിലിരുന്നപ്പോഴാണ് ഇംഗ്ലണ്ട് ലോകകപ്പ് നേടിയത്. അതുകൊണ്ട് ഇത്തവണ ലോകകപ്പ് ഇംഗ്ലണ്ടിന് തന്നെയെന്ന് സ്റ്റാർമർ. Well, may I say, 45 years ago, Prime Minister, Norway played England in the qualification, and we won. And the radio commentator said, "Maggie Thatcher, can you hear me? Your boys took a hell of a beating." Yeah, but what you're leaving out of account is that England only win the World Cup under Labour governments, 1966. So the time is ours. Wait and see. It will be a great match. Nice to see you. ഞായറാഴ്ച പുലർച്ചെയാണ് ഇംഗ്ലണ്ട് നോർവേ ക്വാർട്ടർ ഫൈനൽ. ബ്രസീലിനെ അട്ടിമറിച്ചെത്തുന്ന നോർവേയും മെക്സിക്കോയെ തോൽപ്പിച്ചെത്തുന്ന ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം കടുത്തതായിരിക്കുമെന്നാണ് ഫുട്ബോൾ ലോകത്തിന്റെ വിലയിരുത്തൽ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പ് ആവേശം കൊടുമുടിയിലെത്തി നിൽക്കെ കളിപ്രേമികളുടെ പ്രധാന താവളമായി മാറിയിരിക്കുകയാണ് ഹൂസ്റ്റണിലുള്ള ഫിഫയുടെ ഔദ്യോഗിക മർച്ചന്റ് സ്റ്റോർ. ജേഴ്സികളും തൊപ്പികളും വാങ്ങാൻ വലിയ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഫിഫയുടെ ഔദ്യോഗിക സ്റ്റോറാണ് ഹൂസ്റ്റണിൽ പ്രവർത്തിക്കുന്ന ഈ മർച്ചന്റ് സൈറ്റ് സ്റ്റോർ. ലോകകപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളുടെ ജേഴ്സിയും തൊപ്പിയുമെല്ലാം ആവശ്യക്കാർക്ക് നേരിട്ട് വാങ്ങാം. കോങ്കോയുടെ ജേഴ്സികൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്ന് ഫിഫ സ്റ്റോറിലെ ജീവനക്കാരൻ മാത്യു ഷാഫർ. മൊറോക്കോ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ ടീമുകളുടെ ഉൽപ്പന്നങ്ങൾക്കും വൻ ഡിമാൻഡാണ്. I would say honestly the keychains probably go the fastest. We restock them all the time. There's always something more to put up. One guy and his assistant, I would say, they probably bought over like $5,000 worth of merchandise. That was probably the craziest thing I saw. And what kind of thing was he buying? Everything. Literally everything. He'd pick up an item, he's like, how many of these do you have? He's like, yeah, I'll take all of those. I was like, okay. പനാമയിൽ നിന്നുള്ള തന്റെ മക്കൾക്കായി അർജന്റീനയുടെ ജേഴ്സി വാങ്ങാനെത്തിയതാണ് അൽദോ ലോപ്പസ് എന്ന ആരാധകൻ. ലയണൽ മെസ്സിയോടുള്ള ഇഷ്ടമാണ് കുട്ടികളെ അർജന്റീനയുടെ ഫാനാക്കി മാറ്റിയതെന്നും മെസ്സിയുടെ ലാളിത്യമാണ് അദ്ദേഹത്തെ പ്രിയങ്കരനാക്കുന്നതെന്നും അൽദോ പറയുന്നു. കൂടാതെ ലാമിൻ യമാലിന്റെ കളി കണ്ട് സ്പാനിഷ് ജേഴ്സി തേടിയും കുട്ടികൾ ഇവിടെ എത്തുന്നുണ്ട്. I think Lionel Messi has a lot to do with it. He's an excellent player and well liked around the world. My children definitely like him a lot. He has a very, he's kind of like humble, not very conceited like some of the other players. സ്റ്റോറിൽ ഏറ്റവും വേഗത്തിൽ വിറ്റഴിയുന്നത് ലോകകപ്പ് കീ ചെയിനുകളാണ്. മത്സരവേദിയിൽ മാത്രമല്ല പുറത്തും ലോകകപ്പ് ജനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഹൂസ്റ്റണിൽ ഈ മെർച്ചന്റ് സൈറ്റ് സ്റ്റോർ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18.